നമ്മൾ ഇവിടെ നിന്ന് പോയ അതായത് ജിബ്രുക്കുട്ടന്റെ ചേട്ടൻ ശംഭുക്കുട്ടൻ വന്നിട്ടുണ്ട്. എന്റെ ചേച്ചി ഒരു വഴി പോയേക്കുക. അപ്പൊ അവനെ ഇവിടെ തന്നിട്ടാണ് പോയത്. ജിബ്രുക്കുട്ടനാണെങ്കിലോ ചേട്ടച്ചാരെ കണ്ട സന്തോഷവും. അങ്ങനെ രാവിലെ അരിയൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി എന്നോ? ഇന്ന് നമ്മുടെ പരിപാടി ഇന്ന് പറമ്പിപ്പണിക്ക് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ കറിക്ക് കടച്ചക്ക കറി വെക്കണം, വറുത്തരച്ച് കറി വെക്കാം എന്നുള്ള പ്ലാനിലാണ്. പിന്നെന്താ, ഇന്ന് കുറേ കാറ്റടിച്ച് വിറകൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം പിറക്കി കൂട്ടണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെ. പിന്നെ നമ്മുടെ ലവ് ബേഡ്സിനെ കൊടുക്കാനായിട്ട് പോകണം. മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയപ്പം ആ പുറകെ ശംഭുക്കുട്ടനും വന്നിട്ടുണ്ട് ജിബ്രുവിന്റെ കൂടെ. അർജുവായിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിളിച്ച് നോക്കാവേ. അച്ചോടാ, അർജുനെ വിളിക്കുമ്പോ ജിബ്രുവിന്റെ നോട്ടം, ജിബ്രുവും പോട്ടെ ശംഭുവിന്റെ നോട്ടം കണ്ടോ. അർജുന് പിന്നെ ഇവരോടൊക്കെ വലിയ കാര്യമാണ്. കൂടുതൽ സമയം ജിബ്രു നടക്കുന്നതും അർജുൻ്റെ കൂടെ അല്ലേ. അവനാണെങ്കിൽ ഒട്ടും പേടിയില്ലായിരുന്നു ശംഭുക്കുട്ടന്. മറന്നുപോയെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മറന്നില്ലയോ അതോ പേടിയില്ലാത്തതാണ് എന്താണെന്നറിയത്തില്ല. അർജുക്കുട്ടനെ സ്നേഹിക്കുന്നത് കുട്ടൂസന് സഹിക്കാൻ വയ്യ. കുട്ടൂസനും ജോലി ചെയ്യുന്ന കൂട്ടിലാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴയത്തോട് ഓടി നടക്കും. എന്നിട്ട് ചള്ളയിലൊക്കെ പോയി ഇതാവുന്നുണ്ടേ. അപ്പോൾ പിന്നെ എപ്പോഴും കുളിപ്പിക്കാനും പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ മഴയല്ലേ, അതുകൊണ്ട് രണ്ടുപേരെയും കൂട്ടി കയറ്റിയിട്ട് പൂട്ടി. അർജുൻ്റെ കയ്യിലൂടെ ഒരു ചൂല് കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എൻ്റെ പുറകെ തന്നെയുണ്ട്. ഓഹോ, ഞാൻ പുറകെ നടന്നിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എപ്പോൾ ശരിയാക്കി തരാം, ഞാൻ മാറത്തില്ല. അത് എൻ്റെ ചൂലും കൊണ്ടുള്ള വരവ് കണ്ടപ്പോഴേ ഓടി. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഫുൾ മൂടി ഇട്ടേക്കുമായിരുന്നു ഇവരെ. മഴ എറിച്ചിലൊക്കെ അടിക്കുമ്പോഴത്തേനെ ചെറിയ പനിക്കോളും ഒക്കെ തുടങ്ങും. അതുകൊണ്ട് മൂടി ഇട്ടേക്കുമായിരുന്നു. ഇവളുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല. ചേട്ടൻ്റെ കൂടെ പോയി കുറച്ച് സമയം മിണ്ടിയും പറഞ്ഞിരിക്കുക. ഇതാ കിടക്കുന്നു. ആദ്യ ദിവസമൊക്കെ വരുമ്പോൾ ചേട്ടന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവൻ ചെന്ന് അടുക്ക ചെല്ലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ഇവനുമായിട്ട് എടുത്തത്. അതിനുശേഷം ഇവർ രണ്ടും ഭയങ്കര കമ്പനിയായി. ചേട്ടൻ വന്നാൽ അന്നേരം അർജുനെ ഒന്ന് തൂത്ത് ഉടച്ചൊക്കെ കൊടുക്കും. അപ്പോഴത്തേന് ചേട്ടൻ്റെ പുറകെ 2 റൗണ്ട് ഓടിയിട്ട് പിന്നെ പോയി പണിയുന്ന സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക. എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് മില്ലറ്റാണ്. ഇത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് നമ്മൾ മനോജ് ജോൺസൺ ഡോക്ടർ ഇല്ലേ, നമ്മുടെ പാലായിലെ ഡോക്ടർ എടുക്ക പോയപ്പോൾ ഡോക്ടറാണ് പറഞ്ഞ് ഈ മില്ലറ്റൊക്കെ കഴിക്കാനെന്ന്. അതായത് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാല, ആ ഡോക്ടർ. ഹൈറ്റിനൊത്ത വെയിറ്റ് കറക്റ്റ് ചെയ്യണം. പിന്നെ ഭക്ഷണം ഒറ്റ ട്രിപ്പിൽ കഴിക്കാതെ പല തവണയായിട്ടൊക്കെ കഴിക്കണം. ഇത് ഈ മില്ലറ്റ് ഐറ്റം കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു. അപ്പൂസിന് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്. അവൻ കുറച്ചൊക്കെ വന്നിരുന്ന് എൻ്റെ കൂടെ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കണ്ണനാണ്. കണ്ണനെ വിളിച്ച് കൊടുത്താൽ ആ ഒരു വായ എങ്ങനെ അവൻ ഇറക്കുന്നതെന്ന് അറിയത്തില്ല. അന്നേരം അവൻ അവിടുന്ന് പോവുകയും ചെയ്യും. പിന്നെ ആ വഴിക്ക് വരത്തില്ല. അപ്പം നമുക്ക് ഉച്ചക്കത്തേനുള്ള പരിപാടികൾ തുടങ്ങാവേ. കടച്ചക്ക വറുത്തരച്ച് കറി വെക്കാവേ. ഈ കടച്ചക്ക അന്ന് ഡോക്ടർ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, കുടലിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ വഴുവഴുപ്പുള്ള പച്ചക്കറികൾ, വെണ്ടയ്ക്ക പോലുള്ളതൊക്കെ ഇല്ല, അതൊക്കെ നന്നായിട്ട് കഴിക്കണമെന്നൊക്കെ പറയും. ആ സമയത്തെല്ലാം നോക്കി കഴിക്കുകയും ചെയ്യുമായിരുന്നു, ശ്രദ്ധിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ പല ടെസ്റ്റും നടത്തിയ വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളായിരുന്നു എനിക്കെന്നുള്ളത് കണ്ടുപിടിക്കും. റിസൾട്ട് വന്നപ്പോൾ 20 താഴെയാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആഴ്ചയിൽ ഒന്ന് വെച്ച് ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു അജ്ജി ഉണ്ടായിരുന്നു. അജ്ജി പറഞ്ഞു തന്ന ഐഡിയ ആണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ തേങ്ങ ചിരണ്ടിയിട്ട് അത് മിക്സിയിലിട്ട് 2 റൗണ്ട് അടിച്ചിട്ട് ആ തേങ്ങ നമ്മൾ വറക്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വറുത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതാ ഇപ്പോൾ ഇതിൻ്റെ സ്ഥിരം പരിപാടിയേ. കടച്ചക്ക വറുത്തരച്ച് വെക്കുമ്പോൾ അരകല്ലയിൽ അരച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനൊക്കെ ആയിരുന്നേ. പക്ഷെ എന്തോ ഒത്തിരി വിറക് വീണ് കിടപ്പുണ്ട്, അതെല്ലാം പിറക്കി കൂട്ടണം ഇന്ന് മഴയ്ക്ക് മുന്നേ ആയിട്ടേ. അതുകൊണ്ട് ആ പ്ലാനൊക്കെ മാറ്റി പെട്ടെന്ന് മിക്സിയിലുള്ള പരിപാടികളായിരുന്നു. പിന്നെ ഈ കടച്ചക്കക്കറി എൻ്റെ പ്രിയപ്പെട്ട കറികളിൽ ഒന്നാണ്. മൂത്ത മോനുണ്ടാകുന്ന സമയത്ത് എൻ്റെ ഇടവ 1-ാം തീയതി കൊണ്ട് അഡ്മിറ്റ് ആകുന്നു. 2-ാം തീയതി രാത്രിയൊക്കെ ആയപ്പോഴത്തേന് 3-ാം തീയതി അവനുണ്ടാകുന്നു രാവിലെ 9:20 ആകുമ്പോൾ. 2-ാം തീയതിയൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര കൊതി, കടച്ചക്കക്കറി കൂട്ടി ചോറിടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ കൂട്ടണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കൂട്ടാൻ കൊതി തോന്നിയിട്ട് പോയി. എന്നിട്ട് രാത്രിയിൽ ഇവർ പോയി, രാത്രിയല്ല സന്ധ്യയൊക്കെ ആയപ്പോഴത്തേന് രതീഷേട്ടനും അനിയത്തി ദീപായോടെ പോയിട്ട് കടച്ചക്കക്കറിയൊക്കെ വെച്ചുകൊണ്ട് വന്നു. അത് രാത്രി കഴിച്ചു. അപ്പോൾ ഉണ്ട് എനിക്ക് വെളുപ്പായപ്പോൾ ഭയങ്കര ഇങ്ങനെ വേദന. അപ്പം ഞാൻ ഓർക്കുന്നത് എന്താ ഈ കടച്ചക്കക്കറി കൂട്ടിയതിൻ്റെ ആന്നുള്ള ഇതിലിങ്ങനെ ഞാൻ മിണ്ടാതെ നടക്കുക.
ആ സമയത്തൊക്കെ സാധാ ഫോണായിരുന്നല്ലോ നോക്കിയുടെ, അതായത് ഈ പാമ്പ് പോള് വിഴുങ്ങുന്ന അതില്ലേ, അത് പോയിരുന്ന് ഞെക്കി കളിക്കും, വയറുവേദന എടുക്കും, പിന്നെ ഫോണോടെ നോക്കും. ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. എന്നിട്ട് ഇടയ്ക്ക് നേഴ്സ് വന്നിട്ട് ചോദിച്ചു, കൊച്ചു ഇന്നലെ ഉറങ്ങിയതേ ഇല്ലല്ലോ, എന്താ ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഞാൻ നേഴ്സിനോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ കുറേ കടച്ചക്കറി കൂട്ടി, അതിൻ്റെയാന്ന് തോന്നുന്നത്, വയറുവേദന എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവർ കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ നടന്നൊന്നും എൻ്റെ അമ്മ ഒന്നും ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ കടച്ചക്കയ്ക്ക് അങ്ങനെ ഒരു കഥയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്താ ടേസ്റ്റ് എന്ന്! കടച്ചക്ക വറുത്തരച്ച കറിയും ഉണക്ക മീനും ഇതാ ഉണക്ക മുളകും എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളി. ഈ ചെറുതിനെയൊക്കെ ചോറ് കഴിപ്പിക്കാൻ തന്നെ പാടാറുണ്ട്, പക്ഷെ ഇത് കറി വെച്ചാണ്ടല്ലോ ചെറുതൊക്കെ 2 പ്രാവശ്യം വന്ന് ചോറ് മേടിച്ച് കഴിച്ചോളും. പിന്നെ അപ്പുവിന് എങ്ങോട്ട് പോകണേലും ധൈര്യം വേണേ അർജു കൂടെ വേണം. അർജുനെയും കൂട്ടി ഇറങ്ങിയേക്കും ഓരോ ജീവികളെ പിടിച്ച് ടിന്നിലിട്ട് അടച്ചു വെക്കും. എന്നിട്ട് കൊണ്ട് ഒരിടത്ത് വെച്ചേക്കുക, സയൻസ് ലാബാന്ന് പറഞ്ഞാൽ. എന്നിട്ട് അതിനെ നിരീക്ഷിക്കുക, ഓരോ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ തുറന്നു വിടുക. ഇതാ ഇപ്പോഴത്തെ പുതിയ പരിപാടികളൊക്കെയാണ്. ഇന്ന് ഇതാണ്ട് ശംഭുക്കുട്ടനും കൂടിയിട്ടുണ്ട്. അങ്ങനെ കോവയ്ക്കയുടെ സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് കോവയ്ക്കുണ്ട്, അത് പറിച്ചു വെക്കാം നാളത്തേന്. മഴയായതുകൊണ്ട് എല്ലാം പോകാൻ തുടങ്ങി. ഇത് കഴിഞ്ഞാൽ അന്നേരം അടുത്ത അംഗം വെട്ടല് വിറവ് പിറക്കലാണ് ഗൈസ്. ഒത്തിരി വീണ് കിടപ്പുണ്ട്. അങ്ങനെ വിറവ് പിറക്കൽ എന്നാ വരത തുടങ്ങാൻ പോവാണ്. നല്ല മഴക്കാറുമുണ്ട്. കണ്ണൻ ചോദിക്കും, എൻ്റെ അമ്മ ഇത് എപ്പോൾ പിറക്കി തീരുന്നു? അതുപോലെ വിറക് കിടപ്പുണ്ടേ, എടുത്ത് സൂക്ഷിച്ചു വെക്കാം, ഇനിയിപ്പം മഴയല്ലേ. ഈ വെല്ലുവിറകിനെ കഴിഞ്ഞ് എനിക്ക് ഇതാ ഈ കുഞ്ഞു വിറകില്ല, ഇങ്ങനെ പൊടി പൊടിയായിട്ടുള്ള, അതാകുമ്പോൾ വേഗം തീ പിടിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ. അതിന് കണ്ണം പറയും, അമ്മ ഇതെല്ലാം പിറക്കി കൂട്ടിയിട്ട് എപ്പോൾ കയറി പോകാനാന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അർജുൻ നമ്മുടെ ജൂലിയെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കൂട്ടിക്കൊണ്ട് ഇവിടെ വരും. ജൂലിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാനേ. അപ്പം കുളിക്കത്തില്ല, അത് വേറെ കാര്യം ജൂലി. എന്നാൽ ഈ കരയിൽ കൂടെ അർജുൻ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തുമ്പോഴത്തേന് ജൂലി കരയിൽ കൂടെ ഇങ്ങനെ റൗണ്ട് ഇട്ട് ഓടും. അർജുൻ ആദ്യം ഇറങ്ങാനൊക്കെ ഇങ്ങനെ ഒന്ന് മടിച്ച് നിൽക്കും. പിന്നെ തേര് തരെ ഞങ്ങൾ പറ കുടിക്കുമ്പോഴെല്ലാം ഇതിൻ്റെ അകത്തായിരുന്നു കിടന്ന് നീന്തിക്കളി തന്നെയായിരുന്നു. അപ്പൂസ കിടന്ന് ഉറക്കമായിരുന്നു. ഞങ്ങൾ പോകുന്നൊന്നും അറിഞ്ഞില്ല. ഇത് അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അർജു ദാണ്ട് നീന്തി പിറകൊക്കെ എടുത്തോണ്ട് കയറി വരുന്നുണ്ടോ. കണ്ണം പറയുന്നത് നരം കളിക്കുവാന്ന്.
അതെങ്ങാനും ഇപ്പൊ മണ്ണി കുത്തില്ല വെള്ളത്തിൽ കൊണ്ടിട്ട് കാര്യമുള്ളൂ അതൊക്കെ കൊണ്ടോണ്ട എടുക്കണ ദാ ഈ സൈഡ് വഴി നല്ല ഉറവ ചാടുന്നുണ്ട്. മഴക്കാറും കാറ്റും ഒക്കെ തുടങ്ങി. വേഗം കയറിപ്പോയിട്ട് കുളിച്ചിട്ട് വേണം ഇന്ന് കിളിയെ കൊടുക്കാനായിട്ട് പോകാനേ. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ബാറ്ററി ലോ ആയി. അങ്ങനെ നമ്മൾ വിറകെല്ലാം ഇങ്ങി എത്തിച്ചു. അപ്പം ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി ചാർജായിട്ട് വേണം നമുക്ക് കിളികളെ കൊടുക്കാൻ പോകാം. കിളികളെയൊക്കെ പിടിച്ച് നമ്മൾ ഇങ്ങിവിടെ വന്നു. ഇതാ ചേട്ടൻ എണ്ണി ഇട്ടുകൊണ്ടിരിക്കുവാണേ. നമ്മുടെ കൂട്ടിൽ ഇനിയിപ്പോൾ 14 കിളികളെ ഉള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കലത്തിരിപ്പുണ്ട്. ബാക്കി എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ശരി ഗൈസ്, ബൈ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.